KNMകാരോട് ഒറ്റ ചോദ്യം ഈ സമയം ചോദിക്കാനുള്ളത്, ഈ ലേഖനം അന്ന് 2007 വിചിന്തനം ഈ ലേഖനം അതേപടി വിചിന്തനത്തിന് ഒരു അടിക്കുറിപ്പുമില്ലാതെ പ്രസിദ്ധീകരിക്കാൻ ഇന്ന് ധൈര്യമുണ്ടോന്ന്? ആദർശം മാറ്റുമല്ലേന്ന് അറിയാൻ അത് മാത്രം മതി. ഈ ലേഖനം ഒന്ന് അതേപടി കൊടുക്കാൻ ധൈര്യമുണ്ടോ? നേർപ്പത്തിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഒരു മാറ്റവുമില്ലാതെ, ഒരു അടിക്കുറിപ്പുമില്ലാതെ ഈ ലേഖനം ഇതേപടി നേർപ്പലം വാരി കൊടുക്കാൻ ഞങ്ങൾക്ക് 100% ധൈര്യമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വിചിന്തനം വാരികയിൽ ഈ ലേഖനം ഇന്നൊന്ന് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? കഴിയില്ല. അതാ മാറ്റം. ഈ 2002 മുതൽ 12 വരെയുള്ള കാലത്ത് ഇവർക്കെതിരെ ശക്തമായി മറുപടി എഴുതിയ ആളുകൾ പിന്നീട് 2012 ആയപ്പോൾ നേരെ മലക്കം മറിഞ്ഞു. ചില താല്പര്യങ്ങളുണ്ടായിരുന്നു അതിനുവേണ്ടി. ഭിന്നിച്ചുപോയ ആളുകളെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ചില മനുഷ്യന്മാരുണ്ടായിരുന്നു. ഉള്ളിൽ കയറി കൂടണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിൽ കയറണം, ഉള്ളിൽ കയറാൻ പല വഴികളും നോക്കി. അപ്പം ഇത്തരം ഉദ്ധരണികൾ എടുത്തുകൊണ്ട് തിരിച്ച് ചോദ്യം ചെയ്തു, എങ്ങനെ അവരെ ഉള്ളിൽ കയറ്റാൻ പറ്റൂന്നല്ലോ, ഇതല്ലേ നിലപാട്? ആ ചോദിക്കുന്നവരൊക്കെ പുറത്താക്കണം. അതിനെ കണ്ടെത്തിയ വഴിയായിരുന്നു മറ്റോലെ കൂടെ കൂടുകാദസ്വരമായിട്ട്. അങ്ങനെയാണ് ഇതേ വേദിയിൽ നിന്ന് പിന്നെ നമ്മൾ കേട്ടത് 2012 ആയപ്പോൾ KNM വേദിയിൽ നിന്ന് തന്നെ ഈ മർക്കസ് ദബക്കട അതേ ആശയം, അതേ വാദം ഉന്നയിക്കുന്നതാണ് പിന്നെ നമ്മൾ കേട്ടത്.